Hi friends, Dudy'z വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരമാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടാതെ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കിനി എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. ഇതിലേക്ക് ആവശ്യമുള്ളത് 6 ടേബിൾ സ്പൂൺ മൈദ മാവ്, കുറച്ച് കാഷ്യൂനട്ട് ചെറുതായിട്ട് മുറിച്ചിട്ടത്, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 ഏലക്ക, നിങ്ങൾക്ക് ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അതായിരുന്നാലും എടുക്കാം, ടൂട്ടി ഫ്രൂട്ടി, ഇത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി, അരമുറി തേങ്ങ ചിരകിയെടുത്തത്, 2 ടേബിൾ സ്പൂൺ നെയ്യ്, 1/2 കപ്പ് വെള്ളം, 1 മുട്ട, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 6 ടേബിൾ സ്പൂൺ മൈദമാവ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും മുട്ടയും കൂടെ ചേർക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ വെള്ളം ചേർത്തതെന്ന് വെച്ചാൽ മൈദമാവ് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിനാണ് നമുക്ക് വേണ്ടത്, നല്ല ലൂസ് അല്ലാത്തൊരു പരുവത്തിന്. ഇനി നമുക്ക് ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ച ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഇതിലിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അരമുറി തേങ്ങ ചിരകിയത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും അതുപോലെ തന്നെ 2 ഏലക്കയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. നമ്മുടെ തേങ്ങയിലേക്ക് ഈ പഞ്ചസാര ജസ്റ്റ് ഒന്ന് മെൽറ്റായി ഒന്ന് പിടിക്കുന്നത് വരെ നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. ഇതിപ്പോൾ ഏകദേശം നന്നായിട്ട് ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ടൂട്ടി ഫ്രൂട്ടിയും കൂടെ ചേർത്തൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് നെയ്യ് തടവി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്റർ ചെറിയ ദോശ പോലെ ഒന്ന് ചുട്ടെടുക്കാം. അപ്പം നിങ്ങൾക്കിത് വേണമെങ്കിൽ വലുതായിട്ടും ചെയ്യാമെന്നുള്ളതാണ്. ഞാനിപ്പോൾ കുഞ്ഞു കുഞ്ഞായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ മൈദ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തയ്യാറായി കിട്ടും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാം ചുട്ടെടുക്കാം. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് ആ ദോശ അങ്ങ് വെക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിങ്സ് നിറച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഇപ്പോൾ ചെറുതായിട്ട് ചുട്ടതുകൊണ്ട് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മാത്രമേ ഫില്ലിങ്സ് നിറയ്ക്കുന്നുള്ളൂ. അതിനുശേഷം നന്നായിട്ട് അതിനെ ഒരു സൈഡിലേക്ക് മാറ്റിയ ശേഷം നല്ലതുപോലെ ടൈറ്റായിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ സൈഡൊന്നും പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കേണ്ട കാര്യമില്ല, മൈദ ആയതുകൊണ്ട് തന്നെ അത് ഇളകി പോകത്തില്ല. അപ്പോൾ നമുക്ക് എല്ലാം ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ 4 മണി പലഹാരം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടെ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.